Today I will be discussing about atomic structure. And we have seen in the last class the basics of atomic structure. History of atomic structure begins with the formulation of the indivisibility of atom. It started with saying that there is a small indivisible particle called atomos. Greek philosophers ആണ് ആദ്യമായിട്ട് atoms cut. It will finally end up with an uncuttable form, which is called Greek philosophers ആണ് in 4400 BC, 400 before Christ. ആ സമയത്ത് തന്നെ ഒരു വസ്തു, ഒരു മാറ്റർ കട്ട് ചെയ്തുകൊണ്ട് എത്തുക, ഏറ്റവും ചെറുതാക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വസ്തു, ഇപ്പൊ ഒരു നിങ്ങളുടെ കയ്യിലുള്ള കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം അത് എവിടെ സപ്പോസ് ചിന്തിച്ചു തുടങ്ങിയാണ്. അവിടെയാണ് അവര് ഒരു അൺകട്ടബിൾ എന്നാണ് മനസ്സിലായി. അതിനുശേഷം കുറച്ചുകൂടി നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പോഴും എന്താ കാണുന്നത്? ജോൺ ഡാൾട്ടൺ. റൈറ്റ്. അത് 1808 സർ വോയിസ് ക്ലിയർ ആവുന്നില്ല. ജോൺ ഡാൾട്ടൺ ഇല്ല. ഒരു സെക്കൻഡ്, ഞാനിപ്പോ വരാം. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? അതിനുശേഷം 1808 ജോൺ ഡാൾട്ടൺ who gave a new proposal about the smallest indivisible particle or smallest indivisible matter in his article called New System of Chemical Philosophy. അദ്ദേഹം ഒരു ആർട്ടിക്കിൾ എഴുതി, ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി എന്ന് പറഞ്ഞു. അവിടെയാണ് നമ്മൾ പിന്നെ ഈ കോമ്പൗണ്ട് ആറ്റം, മോളിക്യൂൾ എന്നുള്ള സങ്കല്പം വരുന്നത്. അവിടെയാണ് അദ്ദേഹം ആ മോളിക്യൂളിന് ആ സമയത്ത് പേര് കൊടുത്തിരിക്കുന്നത് കോമ്പൗണ്ട് ആറ്റം എന്നാണ്, അല്ലേ? അദ്ദേഹം കുറെ പിന്നെ പോസ്റ്റുലേറ്റ്സ് ഒക്കെ പിന്നെ പറഞ്ഞു. ആറ്റം ഈസ് ഇൻഡിവിസിബിൾ, അൺകട്ടബിൾ എന്നൊക്കെ പറഞ്ഞു കുറെ പോസ്റ്റുലേറ്റ്സ് ഒക്കെ അവിടെ പറഞ്ഞു. പക്ഷെ അതിൽ ഒരുപാട് അപാകതകൾ ഉണ്ടായിരുന്നു, ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. കാരണം ആറ്റം പിന്നെ അദ്ദേഹം ഫസ്റ്റ് പറഞ്ഞെന്താണ്, ആറ്റംസ് cannot be divided further. It's an uncuttable matter, form of matter. But it was later proved to be wrong by J.J. Thomson. അല്ലെ? J.J. Thomson 1897 പിന്നെ നടത്തിയ ഒരു എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്തിട്ട് J.J. Thomson പറഞ്ഞു ആറ്റം can be divided further. Atom has an internal structure. ആറ്റത്തിന്റെ അകത്ത് there is an internal structure. Internal structure എന്ന് പറഞ്ഞാൽ ആറ്റത്തിന്റെ അകത്ത് atom consists of several other subatomic particles. അതിൽ ഒരു പാർട്ടിക്കിൾ ആണ് J.J. Thomson കണ്ടുപിടിച്ചത്. ഏതാണ് ആ പാർട്ടിക്കിൾ? Electron, അല്ലേ? So let's see how the J.J. Thomson's experiment is looking like. ഇതാണ് J.J. Thomson's എക്സ്പെരിമെന്റ്.
ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പോകുന്നില്ല. ഇതാണ് ജെ തോംസൺസ് എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. ഇതില് ഇപ്പൊ നിങ്ങൾക്ക് എന്റെ മൗസ് പോയിന്റർ കാണുന്നുണ്ടോ? യെല്ലോ ഷെയ്ഡുള്ള മൗസ് പോയിന്റർ കാണുന്നില്ലേ? യെസ് ഓർ നോ? അപ്പൊ അതില് ഇതൊരു കാത്തോഡ് റേ ട്യൂബാണ്. ഈ ട്യൂബിലേക്ക് കൂടി ഒരു റേഡിയേഷൻ പാസ് ചെയ്തപ്പോൾ ഇവിടെ ഇത് രണ്ടും ഒരു യെല്ലോ കളറിലും നീല കളറിലും രണ്ട് പിന്നെ ഇലക്ട്രിക് ഫീൽഡ് കാണാം, ഒരു മാഗ്നറ്റിക് ഫീൽഡ് കാണാം. ഇതൊരു മാഗ്നറ്റിക് ഫീൽഡും ഇതൊരു ഇലക്ട്രിക് ഫീൽഡുമാണ്. മനസ്സിലായോ? അത് രണ്ടും ഇല്ലെങ്കിൽ, സപ്പോസ് ബോത്ത് ഓഫ് ദം ആർ നോട്ട് ദെയർ, then the cathode ray goes straight and hit on the point B എന്ന പോയിന്റിൽ ഹിറ്റ് ചെയ്യുന്നു. ഇതെന്താണ്? ഈ ഒരു പാത്രം, ഇതൊരു വലിയ പാത്രം, ഇതൊരു ഫ്ലൂറസെന്റ് സ്ക്രീൻ ആണ്. മനസ്സിലായോ? ഇറ്റ്സ് എ ഫ്ലൂറസെന്റ് സ്ക്രീൻ. So if there is no magnetic field and electric field, the ray went on and hit on it is straight at B. ബിയില് പതിക്കുന്നു. അത് ഇങ്ങനെ പതിക്കുന്നത് കാണുമോ? അവിടെ തിളങ്ങും. ഫ്ലൂറസെന്റ് സ്ക്രീനിന്റെ പ്രത്യേകത അതാണ്. റേഡിയേഷൻ അവിടെ ചെന്നിടിക്കുമ്പോൾ ബി എന്നുള്ള പോയിന്റ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്ലൂറസിങ്, ഗ്ലോയിങ്. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാല് he put a electric field. ഇത് മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാന്ന് കരുതുക. ഇലക്ട്രിക് ഫീൽഡ് മാത്രം വെച്ചപ്പോൾ the ray bend towards the positive plate and hit on A എന്നുള്ള പോയിന്റിൽ ഹിറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ റേന്റെ ചാർജ് എന്തായിരിക്കണം അപ്പോഴും? if the ray doesn't have any charge, then it should not go towards the point A. Wait a second. യെസ്, തിരിച്ചു വരാം. അതില് പിന്നെ ഇവിടുന്ന് വരുന്ന ഈ കാത്തോഡ് റേ എന്ന് വരുന്ന എന്തോ ഒരു പാർട്ടിക്കിൾ ആണ് അതില് ഉള്ളത്. അത് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണെന്ന് അദ്ദേഹം കണ്ടെത്തിയത് ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് വെച്ചപ്പോഴാണ്. ഇലക്ട്രിക് ഫീൽഡ് വെച്ചപ്പോൾ ഇറ്റ് ബെൻസ് ടുവേർഡ്സ് പോസിറ്റീവ് പോൾ. ഇതിലെ പോസിറ്റീവ് പ്ലേറ്റിലേക്ക് ബെൻഡ് ചെയ്തു. എന്ന് വെച്ചാൽ നെഗറ്റീവ്, ഇറ്റ് ഷുഡ് ഹാവ് എ നെഗറ്റീവ് ചാർജ്, അല്ലെ? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അതുപോലെ നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇറ്റ് വിൽ ബെൻഡ് ഇൻ പ്രസൻസ് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് ഓൾസോ. ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാലും ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ബെൻഡ് ചെയ്യും, അല്ലെ? അപ്പൊ അതിന്ന് അദ്ദേഹം മനസ്സിലാക്കി ഇറ്റ്സ് നോട്ട് എ റേഡിയേഷൻ ബട്ട് ഇറ്റ് ഇസ് എ stream of particles that is coming from this tube, and it has a negative charge ഉണ്ടെന്ന് മനസ്സിലാക്കി. So let me discuss the observation of J. Thomson's experiment one by one. So first one is cathode rays are negatively charged. അതിപ്പോ ഞാൻ പറഞ്ഞു അതെങ്ങനെയാണ് അദ്ദേഹം ആ ഒബ്സർവേഷനിലേക്ക് എത്തിയത്. അത് the ray bent towards positive plate ലേക്ക് ബെൻഡ് ചെയ്യും. അപ്പോൾ ഇറ്റ് ഷുഡ് ഹാവ് എ നെഗറ്റീവ് ചാർജ്. പിന്നെ അത് മാഗ്നറ്റിക് ഫീൽഡിലും ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ബിഹേവ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് പിന്നെ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിലും അത് കാണിച്ചത്. So second one is particles coming out of the cathode rays are 1000 times smaller than hydrogen atom. He found out another observation that particle coming out of the cathode rays are 1000 times smaller than hydrogen atom. Hydrogen atomത്തിന്റെ മാസിനെ അപേക്ഷിച്ച് അതിന്റെ 1000ൽ ഒരു പാർട്ട് മാത്രമേ ഇതുള്ളൂ. ഇപ്പോ കാത്തോഡ് റേ എന്ന് വരുന്ന പാർട്ടിക്കിളിന് മാസുള്ളൂ. മനസ്സിലായി? So it was not exactly correct. It's actually 1800 and something smaller than hydrogen atom. So that we will see later. Now
The third point, characteristics of cathode rays do not depend on material of electrode. Electrode material ne depend ചെയ്യുന്നില്ല അതിന്റെ characteristics. Cathode ray characteristics of cathode rays do not depend on the material of the electrode. And based on these few observations, he said every atom must contain tiny negatively charged particles called electrons. There are some other observations that you might have studied in your lower classes, but this is his observation. Every atom must contain tiny negatively charged particles called electrons. So based on his experiment, which is called J.J. Thomson's cathode ray tube experiment. So what is the outcome of J.J. Thomson's experiment? എന്താണ് J.J. Thomson's experiment outcome? So he was able to determine the charge to mass ratio of the particle. Electron in the charge to mass ratio calculate. Charge calculate ചെയ്തില്ല, mass calculate ചെയ്തു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. J.J. Thomson's experiment doesn't calculate charge or mass. രണ്ടും calculate ചെയ്തില്ല. എന്താണ് calculate ചെയ്തത്? അതിന്റെ ratio ആണ് calculate ചെയ്തത്. And ratio was found to be equal to 1.78758820 into 10 raised to 11 coulomb per kilogram. Coulomb per kilogram. അവിടെ ചാർജിനെ സാധാരണ റെപ്രസെന്റ് ചെയ്യുക, ചാർജ് ഓഫ് ഇലക്ട്രോണിനെ സാധാരണ റെപ്രസെന്റ് ചെയ്യുക ഇ കൊണ്ടാണ്, സ്മോൾ ലെറ്റർ ഇ കൊണ്ട്. മാസ് ഓഫ് ഇലക്ട്രോണിനെ സാധാരണ റെപ്രസെന്റ് ചെയ്യുക സ്മോൾ എം സബ്സ്ക്രിപ്റ്റ് ഇ ആണ്. എം ഇ ഈസ് മാസ് ഓഫ് ഇലക്ട്രോൺ ഇൻ കിലോഗ്രാം. അപ്പൊ ഇവിടെ J.J. തോംസൺ എന്താണ് ചെയ്തത്? ചാർജ് ടു മാസ് റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്തത്. ആ ഇലക്ട്രോണിന്റെ ചാർജ് ആരാണ് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തത്? Can someone tell me who calculated charge of electron? Anyone? Yes. Millikan ആണ് ചാർജ് കാൽക്കുലേറ്റ് ചെയ്തത്. Let us see his experimental setup. So he is Millikan, who gave a wonderful experiment based on his experimental setup. അതിന് ബാക്കിൽ ഈ ഒരു പിക്ചറിൽ ബാക്കിൽ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് അദ്ദേഹത്തിന്റെ പിന്നെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. ആ സമയത്ത് 1906 അദ്ദേഹം ഡിവൈസ് ചെയ്ത ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പാണ്. ഇപ്പോ പലരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ചായക്കടയിൽ പോയാൽ ഇതുപോലൊരു സാധനം കാണാം, സമാവർ എന്ന് പറയും അല്ലെ, ഏതാണ്ട് അതിന്റെ ഷേപ്പിലുള്ളതാണ്. പക്ഷെ അദ്ദേഹം കണ്ടെത്തിയത് ഒരു ബ്രേക്ക് ത്രൂ എക്സ്പെരിമെന്റ് ആയിരുന്നു, വേൾഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പെരിമെന്റ് ആയിരുന്നു. ആൻഡ് ഹി ഗോട്ട് നോബൽ പ്രൈസ് ഫോർ ഹിസ് ഒബ്സർവേഷൻ, ഫോർ ഹിസ് ഫൈൻഡിങ്സ്. സോ it happened in 1906 and the experiment is known as Millikan's oil drop experiment. അതിന്റെ ഒരു പിന്നെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് Millikan's oil drop experiment. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പിന്നെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഇവിടെ നോക്കുക. ഇതിൽ എന്താ ഉള്ളത്? 2 ചേംബർ അല്ലെ, 2 ചേംബർ. അതിലൊരു ചേംബറിലേക്ക് കൂടി ഓയിൽ ഡ്രോപ്ലെറ്റ്സ് ഇതുവഴി സ്പ്രേ ചെയ്യും. നമ്മൾ സ്പ്രേയർ അല്ലേ, ആ സ്പ്രേയർ കൊണ്ട് സ്പ്രേ ചെയ്യുമ്പോൾ എന്താവും? ആ ഓയിൽ ഡ്രോപ്സ് വളരെ ടൈനി ഡ്രോപ്സ് ആയിട്ട് താഴേക്ക് പതിക്കും, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് താഴേക്ക് പതിക്കും. അപ്പൊ താഴേക്ക് പതിക്കുമ്പോൾ ഇവിടെ ഒരു പിന്നെ ചാർജ്ഡ് മെറ്റൽ പ്ലേറ്റ് വെച്ചിട്ടുണ്ടാവും, മെറ്റൽ പ്ലേറ്റ്സ് ഇവിടെ വെച്ചിട്ടുണ്ടാവും. അതിന്റെ താഴെ ഈ ഓയിൽ ഡ്രോപ്പ് തനിയെ താഴേക്ക് പതിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇവിടെ താഴെ കാണാം, താഴത്തെ ചേംബറിൽ ഒരു നെഗറ്റീവ്ലി ചാർജ് പ്ലേറ്റും, ഇവിടെ ഒരു മേലെ ഒരു ചുവപ്പ് കളറിൽ പോസിറ്റീവ്ലി ചാർജ് പ്ലേറ്റും, താഴെ ഒരു നെഗറ്റീവ്ലി ചാർജ് പ്ലേറ്റും. ഇവിടെ നിങ്ങളുടെ താഴേക്ക് ഈ ഡ്രോപ്ലെറ്റ്സ് വരുന്ന സമയത്ത് ഇറ്റ് ഗെറ്റ്സ് അയോണൈസ് ചെയ്യും. അയോണൈസ് ചെയ്യുന്ന വെച്ചാൽ അതിൽ ആക്ച്വലി സംഭവിക്കുന്നത്, അതിൽ ഇലക്ട്രോൺസ് വേർപെടുമ്പോൾ ഇത് താഴേക്ക് വരുന്ന സമയത്ത് ഇവിടുന്ന് he used a microscope here and using this microscope he was able to calculate the charge of oil drop.
ആ ഓയിൽ ഡ്രോപ്പിന്റെ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിച്ചു. നോക്കുക, ഏത് സമയത്താണ്? ഏതാണ്ട് ഒരു 115 വർഷം മുമ്പാണ്, 114 വർഷം മുമ്പ് അല്ലെ? ആ സമയത്ത് ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പും ഇന്ന് കാണുന്ന യാതൊരു സാഹചര്യമൊന്നും ഇല്ലാത്ത സമയത്താണ് ഇലക്ട്രോണിന്റെ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം കണ്ടെത്തിയ ഒബ്സർവേഷൻ ഇതാണ്. അപ്പൊ ഓയിൽ ഡ്രോപ്പിന്റെ ചാർജ് അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഹി ഗോട്ട് ചാർജ് ഓഫ് ഓയിൽ ഡ്രോപ്സ് വിത്ത് വാല്യൂസ് 160, 320, 480, 620, 800 ഇങ്ങനെയുള്ള ചാർജസ് മാത്രമാണ് കണ്ടത്. ഇങ്ങനെയുള്ള ചാർജസ്. അതിന്ന് ഇതിന്റെ ഡിഫറൻസ് നോക്കിയേ, അടുത്തടുത്തിരിക്കുന്ന ഡിഫറൻസ്, നിങ്ങൾ ഓരോന്നിന്റെ ഡിഫറൻസ് നോക്കുക. എല്ലാം 160ന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് അല്ലെ? ഈച്ച് ചാർജ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് 160 എന്ന് വെച്ചാൽ അതിനർത്ഥം ഒന്നാമത്തതില് ഒരു ഇലക്ട്രോൺ മിസ്സിംഗ് ആണ്. അപ്പോഴാണ് അത് 1 പോസിറ്റീവ് ചാർജ് ആവും അല്ലെ? ഒരു ഇലക്ട്രോൺ മിസ്സിംഗ് ആണ്. രണ്ടാമത്തതിൽ 2 ഇലക്ട്രോൺ മിസ്സിംഗ് ആണ്. മൂന്നാമത്തതിൽ 3 ഇലക്ട്രോൺ, 4 ഇലക്ട്രോൺ, അങ്ങനെയാണ് അദ്ദേഹം ചാർജ് എക്സാക്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഓരോ ഓയിൽ ഡ്രോപ്പിന്റെ ചാർജ് മെഷർ ചെയ്തിട്ട് he got the charge of electron which is equal to minus 1.602176 into 10 raised to minus 19 coulomb. That was a breakthrough experiment in 1906 and he got a Nobel Prize for that. അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിൽ ആകെ എന്തേ ഉള്ളൂ, ഒരു ചേംബർ, ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ്, അതിലൊരു വ്യൂയിങ് മൈക്രോസ്കോപ്പ് ഉണ്ട്, പിന്നെ ഒരു ലൈറ്റ് സോഴ്സ്, ഇവിടെ ഒരു ലൈറ്റ് സോഴ്സ് കാണാം. അയോണൈസിങ് ചേംബർ ആണ്. അയോണൈസിങ് ചേംബർ എന്നാണ് ഓയിൽ ഡ്രോപ്പ് അയോണൈസ് ചെയ്യപ്പെടും. അയോണൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ആറ്റം അയോണൈസ് ചെയ്താൽ എന്താ സംഭവിക്കുക? ഒരു പോസിറ്റീവ് ചാർജും ഇലക്ട്രോണുമായി മാറും അല്ലെ? അല്ലെങ്കിൽ 2 പോസിറ്റീവ് ചാർജും 2 ഇലക്ട്രോണുമായി മാറും. അങ്ങനെ ആ ഒരു ഓയിൽ ഡ്രോപ്പ് അതുപോലെ അയോണൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓയിൽ ഡ്രോപ്പിലുള്ള ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യപ്പെടും. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു എക്സ്പെരിമെന്റ് ആയിരുന്നു. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ പേപ്പർ ഇപ്പോൾ ഓൾറെഡി ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. You can search his Millikan's oil drop experiment, and you can see that how wonderfully he got the charge of electron. ഇപ്പൊ ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തി. ഇപ്പൊ ഈ നേരത്തെ ജെ തോംസൺ എന്താ കണ്ടെത്തിയത്? ജെ തോംസൺ കണ്ടെത്തിയത് ചാർജ് ടു മാസ് റേഷ്യോ, E/m റേഷ്യോ അല്ലെ? അപ്പൊ ഇപ്പൊ ചാർജും കിട്ടി. ആര്? ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് വഴി ചാർജും കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. What can I calculate? Mass calculate, right? So the calculation of mass or determination of mass of electron became possible after the Millikan's oil drop experiment. So this is the mass he calculated, and mass was found to be 9.1094 into 10 raised to minus 31. Okay, it minus 31 ആണ് അല്ലേ? 10 raised to minus 31 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 പോയിന്റ്, പിന്നെ ഒരുപാട് 30 സീറോസ് അല്ലെ? പിന്നെ 91094. അത്രയും വളരെ സ്മോളർ മാസ് ആ സമയത്ത് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിച്ചു. സോ ദിസ് ഈസ് ദ മാസ് ഓഫ് ഇലക്ട്രോൺ. അപ്പൊ നിങ്ങൾക്ക് ചാർജ് ഓഫ് ഇലക്ട്രോൺ കിട്ടി, മാസ് ഓഫ് ഇലക്ട്രോൺ കിട്ടി. അപ്പൊ നമ്മൾക്ക് അതിൽ നിന്ന് മനസ്സിലായി ആറ്റം ഇൻഡിവിസിബിൾ അല്ല. ആറ്റം ക്യാൻ ബി ഡിവൈഡഡ് ഫർദർ ആൻഡ് ഇറ്റ് ഹാസ് എ very tiny subatomic particle with negative charge and is called electron, which has a mass of 9.1094 and has a particular charge. Now അതിനു മുമ്പേ, ഈ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പേ, there is another scientist whose name is Eugene Goldstein. He made an experiment which is called a canal ray experiment, അല്ലെങ്കിൽ anode ray experiment. നിങ്ങൾ അത് കണ്ടു കാണും. He is the guy whose name is Goldstein, and he found out what? Goldstein എന്താ കണ്ടുപിടിച്ചത്? പ്രോട്ടോൺസിനെ കുറിച്ച് കണ്ടെത്തിയതാണ്. ഇതാണ് അതിന്റെ ഒരു എക്സ്പെരിമെന്റ്. നേരത്തെ പിന്നെ ജെ തോംസൺസിന്റെ എക്സ്പെരിമെന്റ് പോലെ തന്നെയാണ്, ഏതാണ്ട് അതുപോലുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. ഇവിടെ there is a
there is an experimental setup. ഇതിൽ രണ്ട് ആനോഡ് ഉണ്ട്. There is a cathode and anode. ഇതിൻ്റെ അകത്ത് പ്രഷർ വളരെ കുറക്കും. വാക്വം പമ്പ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അകത്ത് പ്രഷർ വളരെ ചെറിയ പ്രഷർ നോക്കും. എന്നിട്ട് ഇതിലേക്ക് കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ നേരത്തെ പിന്നെ കാത്തോഡ് റേ സൈഡിൽ പിന്നെ റേസ് കണ്ടപ്പോൾ ഇവിടെ ആനോഡ് റേസ് പിന്നെ ആനോഡിന്റെ പാർട്ടിലാണ് റേസ്. So based on this, he made an observation that the smallest and lightest positive ion that was obtained from hydrogen and is called a proton. Actually ഇത് പിന്നെ ഈ പ്രോട്ടോൺ എന്നുള്ള പേര് കൊടുത്തത് റുദർഫോർഡ് ആണ് കേട്ടോ, ഗോൾഡ്സ്റ്റൈൻ അല്ല. പ്രോട്ടോൺ എന്നുള്ള പേര് ആദ്യമായിട്ട് കൊടുത്തത് റുദർഫോർഡ്. പക്ഷെ ആ ഒരു എക്സ്പെരിമെന്റ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളും ആറ്റത്തിന്റെ അകത്ത് ഉണ്ട് എന്ന് ഫസ്റ്റ് പറഞ്ഞത് കാനൽ റേ എക്സ്പെരിമെന്റിലൂടെയാണ്. ബട്ട് ദ നെയിം പ്രോട്ടോൺ ഈസ് ഗിവൺ ബൈ റുദർഫോർഡ്. നൗ പിന്നെ ഒരു പാർട്ടിക്കിൾ കൂടി ആറ്റത്തിന്റെ അകത്തുണ്ട്. ഏതാണത്? ന്യൂട്രോൺ. Who discovered neutron? James Chadwick. Chadwick, who was a physicist, and he is that guy, James Chadwick. Idana James Chadwick. In 1932, he found out that there is yet another particle which has almost similar in mass of the proton, but it doesn't carry any charge. അതിന് ചാർജ് ഒന്നുമില്ല. And he named that subatomic particle as neutron. Okay. So ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചാണ്. നമ്മൾ ഇതൊന്നും അല്ല ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് പഠിക്കാനുള്ള പ്രധാനമായിട്ട് ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. അറ്റോമിക് മോഡൽസിനെ കുറിച്ചാണ്. അവിടെ ഒരു ടി മിസ്സിംഗ് ആണ്. So now we will discuss the different atomic models. ഈ ചാപ്റ്ററിൽ ഈ ഒരു അറ്റോമിക് സ്ട്രക്ചറിൽ നിങ്ങൾക്ക് ആകെ പഠിക്കാനുള്ളത് അറ്റോമിക് മോഡൽസ് മാത്രം. പക്ഷെ അത് കുറച്ചൊന്നുമല്ല, ഒരുപാടുണ്ട് കേട്ടോ. അതിൽ ഫസ്റ്റ് ഇപ്പൊ നമ്മൾ കണ്ടു ആറ്റം ഇൻഡിവിസിബിൾ അല്ല. ആറ്റം ക്യാൻ ബി ഡിവൈഡഡ് ഫർദർ. ഇറ്റ് ഹാസ് an internal structure. അതിന്റെ അകത്ത് ഒരു സ്ട്രക്ചർ ഉണ്ടെന്ന് പിന്നെ മനസ്സിലായെങ്കിൽ അപ്പൊ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് പഠനം നടന്നിട്ടുണ്ട്. ആൻഡ് ഒരുപാട് സയന്റിസ്റ്റ് അതിനെ ബേസ് ചെയ്തിട്ട് ആറ്റത്തിന് മോഡൽ ഉണ്ടാക്കി അല്ലെ. അതിൽ ഫസ്റ്റ് മോഡൽ വാസ് ഗിവൺ ബൈ J.J. Thomson അല്ലെ. ആൻഡ് ദ മോഡൽ ഈസ് നോൺ ആസ് J.J. Thomson's plum pudding model. ആ സമയത്ത് പിന്നെ ഇതാണ് ആ മോഡൽ. നിങ്ങൾക്ക് പിന്നെ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചു കാണും. ദിസ് ഈസ് ദ മോഡൽ. അതില് അദ്ദേഹം എന്തൊക്കെയാ പറഞ്ഞത്? ആറ്റം ഹാസ് ടൈനി നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ വിച്ച് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഹോളി ത്രൂ ഔട്ട് ദ എൻറ്റയർ ആറ്റം അല്ലെ. എൻറ്റയർ ആറ്റം ഡിസ്ട്രിബ്യൂട്ടഡ് ഈവൻലി ത്രൂ ഔട്ട് ദ എൻറ്റയർ ആറ്റം. ആൻഡ് പോസിറ്റീവ് ചാർജ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ദ ഹോൾ ആറ്റം. ആറ്റത്തിൽ മൊത്തത്തിൽ ഈവൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് പോസിറ്റീവ് ചാർജിനുള്ളത് എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ എല്ലാ ആറ്റത്തിന്റെ എല്ലാ ഭാഗത്തും പോസിറ്റീവ് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണോ? ഒരു ആറ്റം അങ്ങനെയല്ല ഇവിടെ. ഇത് ഡിസ്പ്രൂവ് ചെയ്താരാ? റുദർഫോർഡ്. So let me discuss some of the points from plum pudding model. And the first observation J.J. Thomson made is atoms are spherical. അത് എല്ലാ കേസിലും നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ മോഡലിലും പറയുന്ന ഒരു കാര്യമാണ്. ആറ്റംസ് ആർ spherical in shape. So he made first observation that atoms are spherical. Overall charge of atom is 0. ആറ്റത്തിന്റെ അകത്ത് ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിലും മൊത്തത്തിൽ ചാർജ് 0 ആണ്. ഇപ്പൊ J.J. തോംസൺ ഇലക്ട്രോൺ കണ്ടുപിടിച്ചെങ്കിൽ അതിനർത്ഥം എത്ര ഇലക്ട്രോണിക് ചാർജ് ഉണ്ടോ അത്രയും പോസിറ്റീവ് ചാർജും അതിൻ്റെ അകത്ത് ഉണ്ടെന്നാണ്. ഈ പോസിറ്റീവ് ചാർജ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്? ഒരുപോലെ എല്ലാ സ്ഥലത്തും ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പ്ലം പുഡിംഗ് മോഡലിൽ J.J. തോംസൺ പറഞ്ഞു. Now the third point is positive charge and mass is uniform. അത് ഞാനിപ്പോ നേരത്തെ പറഞ്ഞു.
positive charge and mass is uniformly distributed. Charge മാത്രമല്ല ആ ആറ്റത്തിന്റെ മാസും എല്ലാ ഭാഗത്തും ഒരുപോലെയാണെന്നാണ് പ്ലം പുഡിംഗ് മോഡൽ പറഞ്ഞത്. This assumption was later made to be wrong by Rutherford's alpha scattering experiment. So fourth point, fourth point, larger part of atom is positively charged with small electrons scattered in it. ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നെയാണ്. Electrons are embedded in a stable electrostatic arrangement. Stable electrostatic arrangement. എന്ന് വെച്ചാൽ പോസിറ്റീവും നെഗറ്റീവ് ചാർജ് സ്റ്റേബിൾ ആയ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജ് ഈവൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്, ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. നെഗറ്റീവ് ചാർജ് അതൊരു സ്റ്റെബിലിറ്റിക്ക് അനുസരിച്ച് അറേഞ്ച് ചെയ്തിട്ടാണ്, സിമെട്രിക്കൽ അറേഞ്ച്മെന്റ് ആണ്. സോ അതിനുശേഷം ആ ഒരു എക്സ്പെരിമെന്റിന് ശേഷം ജെയ്ന തോംസൺസ് മോഡൽ പ്രപ്പോസ് ചെയ്തതിനു ശേഷം 1895 റേഡിയോ ആക്ടിവിറ്റിയെ കുറിച്ച് പഠനം നടത്തും അല്ലെ. റേഡിയോ ആക്ടിവിറ്റിയിൽ നമ്മൾ 3 റേസ് കണ്ടെത്തിയിട്ടുണ്ട്. ഏതൊക്കെയത്? ആൽഫ റേസ്, ബീറ്റ റേസ് ആൻഡ് ഗാമ റേസ്. അതിൽ ആൽഫ റേസ് എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ആക്ച്വലി ആൽഫ റേസ്? ഹീലിയം ന്യൂക്ലിയസ് ആണ്. ഹീലിയം ആറ്റം അല്ല, ഹീലിയം ന്യൂക്ലിയസ് ആണ് അല്ലെ. ഹീലിയം ന്യൂക്ലിയസ് പറഞ്ഞാൽ ഹീലിയം ആറ്റത്തിൽ നിന്ന് 2 ഇലക്ട്രോൺ റിമൂവ് ചെയ്താൽ എങ്ങനെയിരിക്കും? അതാണ് ഹീലിയം ന്യൂക്ലിയസ്. ഹീലിയം ആറ്റത്തിൽ ഇലക്ട്രോൺ ഒഴികെയുള്ള ഹീലിയം ആറ്റമാണ് ഹീലിയം ന്യൂക്ലിയസ്. അപ്പൊ അതിന് എന്ത് ചാർജ് ഉണ്ടാവും? 2 പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. ഇപ്പൊ ഇതൊരു റേഡിയോ ആക്ടിവിറ്റിന്റെ എക്സ്പെരിമെന്റ് ആണ്. ഇവിടെ ഇതിന്റെ ലെഡ് ചേംബറിൽ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ, യുറാനിയം പോലുള്ള റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന ആ റേഡിയേഷൻ പാത്തിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് വെച്ചിരിക്കുകയാണ്. ഇലക്ട്രിക് ഫീൽഡ് ക്യാരീസ് എ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് പ്ലേറ്റ് അല്ലെ. അപ്പൊ അതിൽ ചില റേഡിയേഷൻസ് നെഗറ്റീവ് ചാർജിലോട്ട് ബെൻഡ് ചെയ്തു, ചില റേഡിയേഷൻസ് പോസിറ്റീവ് ചാർജിലോട്ട് ബെൻഡ് ചെയ്തു, ചില റേഡിയേഷൻസ് സ്ട്രെയിറ്റ് പോയി. അപ്പൊ അതും തന്നെ നമുക്ക് മനസ്സിലാക്കാം, നെഗറ്റീവ് ചാർജിലേക്ക് ബെൻഡ് ചെയ്തത് ആൽഫ പാർട്ടിക്കിൾ ആണ്, പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ ആണ്. They later known as alpha particles and was found to be helium nucleus. അത് ബെൻഡ് ചെയ്യുന്നത് പക്ഷേ ബീറ്റ ബെൻഡ് ചെയ്യുന്ന അത്രയും ബെൻഡ് ചെയ്യുന്നില്ല, നോക്കിയാൽ മതി അല്ലെ. ആൽഫ ബെൻഡ് ചെയ്യുന്ന അതിനേക്കാൾ ബീറ്റ ബെൻഡ് ചെയ്യുന്നു. അതിന് കാരണം അതിന്റെ മാസാണ്. ആൽഫ ക്യാരീസ് എ ലാർജർ മാസ് കമ്പാർഡ് ടു ബീറ്റ. മാസ് ലൈറ്റർ ആകുന്നതിനനുസരിച്ച് ബെൻഡ് ചെയ്യുന്നതിന്റെ അളവ് കൂടും, മനസ്സിലായോ? അതേസമയം ഗാമ റേഡിയേഷൻ doesn't bend at all. ഡിഫ്ലക്ഷനോ ഒന്നും നടന്നില്ല, അവിടെ ബെൻഡിങ് നടന്നില്ല. അതുകൊണ്ട് തന്നെ ആൽഫ അല്ല ഗാമ റേഡിയേഷൻ carries no charge. It was later proved that gamma radiation doesn't carry any charge. In fact, gamma radiation is actually radiation. ഗാമ എന്ന് പറയുന്നത് റേഡിയേഷൻ ആണ്. നോക്കുക, നിങ്ങൾ ആ കൺസെപ്റ്റ് ക്ലിയർ ആണ് കേട്ടോ. ഗാമ എന്ന് പറയുന്നത് റേഡിയേഷൻ ആണ്. ആൽഫയും ബീറ്റയും റേഡിയേഷൻ അല്ല. ആൽഫയും ബീറ്റ എന്താണ്? ആൽഫ എന്ന് പറയുന്നത് ഹീലിയം ന്യൂക്ലിയസ് ആണ്, പാർട്ടിക്കിൾ ആണ്. ഹീലിയം ന്യൂക്ലിയസ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾ ആണ് അല്ലെ. ബീറ്റ എന്ന് പറയുന്നത് സെനദർ പാർട്ടിക്കിൾ. അതെന്താണ്? വാട്ട് ഈസ് ബീറ്റ? ബീറ്റ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺസ് തന്നെയാണ്. ബീറ്റ പാർട്ടിക്കിൾസ് ആർ ഇലക്ട്രോൺസ് ആണ് ഇങ്ങോട്ട് ബെൻഡ് ചെയ്യുന്നത്. ഇലക്ട്രോൺസിന്റെ മാസ് നമ്മൾക്കറിയാം. ഹീലിയം ന്യൂക്ലിയസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് 4000
സാർ ഒന്നും കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഉണ്ട്. റൈറ്റ്. സോ നമ്മള് ഈ റേഡിയോ ആക്ടിവിറ്റിയില് ഇതില് കാണുന്ന ആൽഫ റേഡിയേഷൻസ് ഉപയോഗിച്ചിട്ടാണ് അടുത്ത ആളെ എക്സ്പെരിമെന്റ് നടത്തിയത്, റുദർഫോർഡ് എക്സ്പെരിമെന്റ് നടത്തിയത്. ആൻഡ് ദാറ്റ് എക്സ്പെരിമെന്റ് ഈസ് നോൺ ആസ് റുദർഫോർഡ്സ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് അല്ലേ? Full name is Ernest Rutherford. In 1911, he made an experiment, another breakthrough experiment, which was later it was proved that many assumptions made by J.J. Thomson were wrong. J.J. Thomson's ഒരുപാട് ഒന്ന് രണ്ട് അസംഷൻസ് തെറ്റാണെന്ന് പ്രൂവ് ചെയ്ത ഒരു എക്സ്പെരിമെന്റ് കൂടിയാണ് റുദർഫോർഡ് മോഡ് ഓഫ് ആറ്റം, റുദർഫോർഡ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. ഇതാണ് അതിന്റെ സെറ്റപ്പ്. മനസ്സിലായോ? അതിന്റെ പിന്നെ സെറ്റപ്പിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു കാണും ചെറിയ ക്ലാസ്സിൽ. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതൊരു ആൽഫ പാർട്ടിക്കിൾ എമിറ്റർ ചേംബർ ആണ്. ഈ ചേംബറിനകത്ത് നിന്ന് ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യും അല്ലെ? ആൽഫ പാർട്ടിക്കിൾ ഇസ് എ സ്ട്രീം ഓഫ് പാർട്ടിക്കിൾ ആണ്. ഇതെന്ത് ചെയ്യും? ഇവിടെ ഒരു ഗോൾഡ് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്, വളരെ തിൻ ഗോൾഡ് പ്ലേറ്റ് അല്ലെങ്കിൽ ഗോൾഡ് ഫോയിൽ. ഇതാണ് ഒരു ഗോൾഡിന്റെ ഫോയിൽ. അതിലേക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് വരുന്ന ആൽഫ പാർട്ടിക്കിൾസ് ചെന്നിടിക്കുകയാണ്. അപ്പോ അത് ജെ.ജെ. തോംസൺസ് എക്സ്പെരിമെന്റ്, ജെ.ജെ. തോംസൺ മോഡൽ പ്രകാരം എന്ത് സംഭവിക്കാൻ പാടില്ല? അതിന് ഡിഫ്ലക്ഷൻസ് ഒന്നും സംഭവിക്കാൻ പാടില്ല. ഇറ്റ് ഷുഡ് ഗോ സ്ട്രെയിറ്റ് ആൻഡ് ഹിറ്റ് ഓൺ ദിസ് ഡിറ്റക്ടിങ് സ്ക്രീൻ. ഇതൊരു ഫ്ലൂറസെന്റ് സ്ക്രീൻ ആണ്. അപ്പൊ ഇവിടെ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സ്പോട്ട് വരും. മനസ്സിലായ? അവിടെ ഒരു സ്പോട്ട് വരും, ബ്രൈറ്റ് സ്പോട്ട് വരും. അപ്പൊ ജെ.ജെ. തോംസൺസ് മോഡൽ പ്രകാരമാണെങ്കിൽ ഈ വളരെ ഫാസ്റ്റ് ആയിട്ട് വരുന്ന ഹെവി മാസ് ഹീലിയം ന്യൂക്ലിയസ് ഷുഡ് പാസ് ത്രൂ the gold foil and should hit on the detecting screen straight into this point. അല്ലേ? അങ്ങനെയാണ് ഉണ്ടാകേണ്ടത്. പക്ഷെ അങ്ങനെയല്ല അദ്ദേഹത്തിന് കിട്ടിയത്. Almost all particles pass through the gold foil and hit here, but some particle got deflected. കുറച്ച് പാർട്ടിക്കിൾ ഇവിടെ കാണാം ഡിഫ്ലക്ട് ചെയ്യും അല്ലെ? deviated from this path, and some particle bounced back, തിരിച്ച് ബാക്കിലോട്ട് വന്നു, പോയ അതേ ഡയറക്ഷനിൽ തിരിച്ചു വന്നു. അപ്പൊ അതൊക്കെ കാണിക്കുന്നത് എന്താണ്? അതൊക്കെ കാണിക്കുന്നത് ആൽഫ ജെ.ജെ. തോംസൺസ് മോഡൽ നീഡ്സ് some modifications are needed. So he made alpha particles to pass through without changing the direction very much. ഇങ്ങനെയാണ്, ഇതാണ് എക്സ്പെരിമെന്റ്. നേരത്തെ പറഞ്ഞതേ എക്സ്പെരിമെന്റ് ആണ്. ഇതില് അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻസ് ഇതൊക്കെയാണ്, എക്സ്പെക്ടേഷൻസ് ഇതൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ജെ.ജെ. തോംസൺ മോഡൽ പ്രകാരമുള്ള ആറ്റം. അപ്പോ ജെ.ജെ. തോംസൺ മോഡൽ പ്രകാരം ആൽഫ പാർട്ടിക്കിൾസ് അദ്ദേഹം എക്സ്പെക്ട് ചെയ്യുന്നത് ആൽഫ പാർട്ടിക്കിൾ ഷുഡ് പാസ് ത്രൂ ദ മെറ്റൽ ഫോയിൽ അൺഡിഫ്ലക്റ്റഡ് ഓർ ഓൺലി സ്ലൈറ്റ്ലി ഡിഫ്ലക്റ്റഡ്. വളരെ ചെറുതായിട്ട് ഡിഫ്ലക്ട് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഇങ്ങനെ തന്നെ പോകണം. കാരണം ജെ.ജെ. തോംസൺസ് മോഡൽ പ്രകാരം പോസിറ്റീവ്ലി ചാർജ് ഈവൺലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, ഇലക്ട്രോൺ സിമെട്രിക്കലി അറേഞ്ച്ഡ് ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് അദ്ദേഹം എക്സ്പെക്ട് ചെയ്തത്. ബട്ട് വാട്ട് ഹി ഗോട്ട് ഈസ് ഡിഫറെന്റ്. ഹി ഗോട്ട് an observation that most of the alpha particles pass through the gold foil undeflected, but a smaller fraction of alpha particle was deflected by a small angle. ഇവിടെ കാണാം deflected by a small angle, and based on that he made an assumption that most of the space in alpha in the atom is empty, as most of the alpha particle pass through the gold foil undeflected. Alpha particle deflect ചെയ്യാതെ ഇതിലെ കൂടി പോവുകയാണെങ്കിൽ അതിനർത്ഥം most of the space in alpha particle is empty ആണ് അല്ലേ? ഇനി അടുത്ത ഒബ്സർവേഷൻ എന്താണ്?
The deflection must be due to enormous repulsive force of positive charge concentrated in the center of the atom. Another important observation he made, the deflect, ചില പാർട്ടിക്കിൾ ഇവിടെ കാണാം, ചില പാർട്ടിക്കിൾ ഡിഫ്ലക്ട് ചെയ്യും. നമ്മൾ ഇവിടുന്ന് വരുന്ന പാർട്ടിക്കിൾ എന്താണ്? പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ ആണ്. ആ പോസിറ്റീവും എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും അല്ലെ? ആ റിപ്പൽ ചെയ്യണമെങ്കിൽ ദിസ് മാസ് ഷുഡ് ബി വെരി ഹൈ compared to this mass should be very high. Positive charge also should be very high. മാസും പോസിറ്റീവ് ചാർജ് വളരെ ചെറുതാണെങ്കിലും പിന്നെയും ഡിഫ്ലക്ട് ചെയ്യില്ല, അത് നേരെ സ്ട്രെയിറ്റ് പോവാം അല്ലെ? അപ്പോ പിന്നെ ഡ്യൂ ടു ദ ഇനോർമസ് റിപ്പൾസീവ് ഫോഴ്സ് ബിക്കോസ് ഓഫ് ദ സെയിം ചാർജ്, some particles got deflected, some alpha particles got deflected, some turned back because of the positive charge which is concentrated on the center of the atom. Now another observation is volume occupied by the nucleus is negligibly small compared to the total volume of the atom. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, most of the space in atom is empty. അതുകൊണ്ട് തന്നെ വോളിയം occupied by the nucleus is negligibly small compared to the total volume of the atom. അതിന് കാരണം എന്താ? ആൽഫ പാർട്ടിക്കിൾസ് ഒട്ടുമിക്കതും സ്ട്രെയിറ്റ് ആയിട്ടാണ് പോയത്, അൺഡിഫ്ലക്റ്റഡ് ആണ്. സം ആൽഫ പാർട്ടിക്കിൾസ് ഗോട്ട് ഡിഫ്ലക്റ്റഡ് എന്ന് വെച്ചാൽ വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾ മാത്രമേ ഡിഫ്ലക്ട് ചെയ്യുന്നുള്ളൂ പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ആ പോസിറ്റീവ് ചാർജ് വളരെ ചെറിയൊരു വോള്യത്തിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് അല്ലേ? So that is what is observation. And this positive charge and most of its mass is concentrated in the center, and this central positive charge is called the nucleus. Nucleus nu അദ്ദേഹം അതിന് പേര് കൊടുത്തു. Electrons are revolving around the nucleus. Electrons ഇതിന് ചുറ്റും കറങ്ങി നടക്കുകയാണ് എന്നാണ് റുദർഫോർഡ് മോഡൽ പറഞ്ഞത്. So electrons move around the nucleus with a very high speed in a circular path called orbits, like what that is in solar system. Solar system നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഇതാണ് സോളാർ സിസ്റ്റം. ഒരു ആറ്റവും സോളാർ സിസ്റ്റവും നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇതാണ് ഒറിജിനൽ സോളാർ സിസ്റ്റം ആണ്. അതിൽ സെന്ററിൽ എന്താണ്? സെന്ററിൽ സൂര്യനാണ്. അതിന് ചുറ്റും അതിന്റെ ഓരോ ഓർബിറ്റില് ഉപഗ്രഹങ്ങൾ കറങ്ങുന്നത് പോലെയാണ് എന്ത്? ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങുന്നത് എന്നാണ് റുദർഫോർഡ് മോഡൽ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ആൻഡ് ദീസ് പാത്സ് ആർ കോൾഡ് ഓർബിറ്റ്സ്. ഈ ഓരോ പാത്തിന് ഇപ്പൊ ഇവിടെ കാണാം, ഇതിന് ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങി നടക്കും. ഈ ഇലക്ട്രോൺസിന്റെ പാത്തിന് പറയുന്ന പേരാണ് ഓർബിറ്റ്സ്. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചാണ് അല്ലേ? ഇനി ഇതിനും ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. അതിനു മുമ്പേ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഇലക്ട്രോൺസ് ആൻഡ് ന്യൂക്ലിയസ് ആർ ഹെൽഡ് ടുഗദർ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. നമ്മളിപ്പോ ഇലക്ട്രോൺസ് ഇതിന് ചുറ്റും കറങ്ങണമെന്ന് നിർബന്ധം പിടിക്കണമെങ്കിൽ അവ തമ്മിൽ ഇലക്ട്രോൺസിനും ന്യൂക്ലിയസിനും തമ്മിൽ ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കണം അല്ലെ? പിടിച്ചു നിർത്താനുള്ള ആ ഒരു ഓർബിറ്റിൽ പിടിച്ചു നിർത്താനുള്ള ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കണം. ആ ഫോഴ്സ് എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തമ്മിലുള്ള ഫോഴ്സ്, കൂളംബിക് ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അതവിടെ ഇല്ലെങ്കിൽ ഒരിക്കലും ഇലക്ട്രോൺ അവിടെ നിൽക്കില്ല. കാരണം കറങ്ങി നടക്കുന്നത് ഇറ്റ് വിൽ ഗോ അവേ ഫ്രം ദ ന്യൂക്ലിയസ് അല്ലെ? ന്യൂക്ലിയസ് നിന്ന് പെട്ടെന്ന് തന്നെ അകലേക്ക് പോകും ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഇല്ലെങ്കിൽ. സോ ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സും ആണ് അതിനെ അവിടെ പിടിച്ചു നിർത്തുന്നത്. മനസ്സിലായോ? പിന്നെ അതിനെ പിടിച്ച് ഈ അട്രാക്റ്റീവ് ഫോഴ്സ് ആകുമ്പോൾ ഇതിന് പിടിച്ച് ന്യൂക്ലിയസിലേക്ക് തിരിച്ചു വരില്ല. കാരണം എന്താ? ഇറ്റ് ഈസ് റിവോൾവിങ് അറൌണ്ട് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുകയാണ്. അപ്പോൾ അതിന് പുറത്തേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അല്ലെ? There will be a force that tends the electrons to go outside. പുറത്തേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. പക്ഷെ പുറത്തേക്ക് പോകാനും ആവില്ല. കാരണം എന്താ? There is a attractive force that is attracting towards the nucleus. അത് രണ്ടും ബാലൻസ്ഡ് ആകുമ്പോഴാണ് ഇലക്ട്രോൺ ആ ഓർബിറ്റിൽ കൃത്യമായിട്ട് നിൽക്കുന്നത്. ഓക്കെ, സോ what is the drawback of Rutherford model? ഈ Rutherford മോഡലിന് ഒരു ഡ്രോബാക്ക് ഉണ്ട് അല്ലേ? അത് എന്താണ്? ആർക്കും ഒരാൾക്ക് പറയാൻ പറ്റും? What is the drawback of Rutherford model? It does not obey the Maxwell theory of electromagnetic radiations. അത് ഇലക്ട്രോമാഗ്നറ്റിക് ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി പറയാൻ വേണ്ടി പറ്റില്ല.
കറക്റ്റ്. ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി രണ്ടും പിന്നെ പറഞ്ഞത് ശരിയാണ്. ഹൈഡ്രജൻ സ്പെക്ട്രം പറയാൻ പറ്റില്ല. ഹൈഡ്രജൻ സ്പെക്ട്രത്തിന്റെ ഒബ്സർവേഷൻ പിന്നെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി അതാദ്യം നമ്മൾക്ക് നോക്കാം. ആറ്റം സ്റ്റേബിൾ ആണെന്ന് പറയാം. നമ്മൾക്കറിയാം ഇന്ന് ലോകത്ത് ആറ്റം സ്റ്റേബിൾ അല്ലെങ്കിൽ ഇന്ന് ലോകത്ത് ഒരു വസ്തു ഉണ്ടാവില്ല. കാരണം everything in this world is made up of atom. So if there is no if the atom doesn't have any stability, then there is no matter in this world, right? But the matter is there. That means atom should be there. Atom should be there. So we have to prove that atom should be stable. പക്ഷേ റുദർഫോർഡ് മോഡൽ പ്രകാരം ആറ്റത്തിന് ഇലക്ട്രോൺ ഒരു ആറ്റത്തിന് ചുറ്റും കറങ്ങി നടക്കുമ്പോൾ ഇലക്ട്രോൺസിന്റെ പ്രത്യേകത എന്താ? ഇറ്റ്സ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ അല്ലേ? Electrons are negatively charged particles. These negatively charged particles, when it is revolving around the nucleus, ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന സമയത്ത് കറങ്ങുമ്പോൾ സർക്കുലാർ പാത്തിലേക്ക് കൂടിയാണ് കറങ്ങുന്നത് അല്ലേ? സർക്കുലാർ പാത്തിലേക്ക് കൂടി ഇങ്ങനെ കറങ്ങുമ്പോൾ അതിന് ഇറ്റ് ഈസ് അണ്ടർ ആക്സിലറേഷൻ. ഇറ്റ് ഈസ് കീപ്സ് ചേഞ്ചിങ് ഇറ്റ്സ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ? റിവോൾവ് ചെയ്യുമ്പോൾ അത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഇറ്റ് ഈസ് അണ്ടർ ആക്സിലറേഷൻ. ഒരു ഇലക്ട്രോൺ ആക്സിലറേഷനിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ, ഇലക്ട്രോണിന് വേണമെന്നില്ല, ഇഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് അണ്ടർ ആക്സിലറേഷൻ, then Maxwell's theorem says, in physics Maxwell theorem says it should emit radiation. അത് റേഡിയേഷൻ എമിറ്റ് ചെയ്യണം, ലൈറ്റ് എമിറ്റ് ചെയ്യണം, റേഡിയേഷൻ എമിറ്റ് ചെയ്യണം. ഈ റേഡിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? എനർജിയാണ് അല്ലേ? റേഡിയേഷൻ ഈസ് എ ഫോം ഓഫ് എനർജി, ക്യാരീസ് എനർജി. അപ്പോൾ അത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് കുറച്ച് എനർജി ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ട് വരികയാണ്. എനർജി നഷ്ടപ്പെട്ടുകൊണ്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് തമ്മിൽ ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള അട്രാക്ഷൻ കൂടും, പുറത്തേക്ക് പോകാനുള്ള ടെൻഡൻസി കുറയും. ഈ ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള അട്രാക്ഷൻ കൂടും. അട്രാക്ഷൻ കൂടുമ്പോൾ ഇപ്പൊ ഇവിടെയുള്ള ഒരു ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങേണ്ട ഇലക്ട്രോണ് എന്ത് സംഭവിക്കും? റേഡിയേഷൻ ലൈറ്റ് എമിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ എനർജി നഷ്ടപ്പെട്ട് അതെന്ത് ചെയ്യും? ന്യൂക്ലിയസിലേക്ക് അടുത്തടുത്ത് പോയി ഇറ്റ് സ്പൈറൽ ഇൻ ടു ദ ന്യൂക്ലിയസ്. It ultimately spiral into the nucleus. ന്യൂക്ലിയസിന്റെ അകത്തേക്ക് വീഴും, കൊളാപ്സ് ചെയ്യും. ഇലക്ട്രോൺ collapses with nucleus and atom gets destroyed. ആറ്റം നശിച്ചു പോകും. അപ്പൊ ആ ഒരു സ്റ്റെബിലിറ്റി, പക്ഷെ ആറ്റം സ്റ്റേബിൾ ആണെന്ന് നമ്മൾക്കറിയാം. റുദർഫോർഡ് പിന്നെ മോഡൽ പ്രകാരം ആറ്റം സ്റ്റേബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാനും കഴിയില്ല. സോ ഒന്നാമത്തെ ഡ്രോബാക്ക് ആണ്, മനസ്സിലായോ? സോ ഈ ഡ്രോബാക്ക് പിന്നെ മോഡിഫൈ ചെയ്തത് റുദർഫോർഡ് മോഡല് ഒന്നുകൂടി മോഡിഫൈ ചെയ്തത് ആരാണ്? ബോർ ആറ്റം മോഡലാണ് അല്ലെ? ബോർ ആറ്റോമിക് തിയറി. ബോർ ആറ്റോമിക് മോഡല് നമ്മൾക്ക് എനിക്ക് തോന്നുന്നു അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിന് 1-2 ഡ്രോബാക്സ് കൂടിയുണ്ട്. ആ ഡ്രോബാക്സ് കൂടി നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ ഇനി അങ്ങോട്ട് ഞാനിപ്പോ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത്. ഈ കാര്യങ്ങളൊക്കെ ബോർ ആറ്റം മോഡൽ വരെ നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾക്ക് പിന്നെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ, അവിടെ മുതലാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങുന്നത്. പക്ഷെ സാധാരണഗതിയിൽ ബോർ ആറ്റം മോഡലിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും കാണാറുണ്ട്. ഓക്കെ, നിങ്ങളുടെ എക്സാമിനായാലും പബ്ലിക് എക്സാമിനായാലും പിന്നെ ഈ ജാം പോലുള്ള എക്സാമിനായാലും അവിടെയും ഈ കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അതുകൊണ്ട് ബോർ മോഡൽ ഓഫ് ആറ്റം മുതൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും കേട്ടോ. റുദർഫോർഡ് മോഡൽ വരെ ഇങ്ങനെ എത്രയും മതി. ബോർ ആറ്റം മോഡൽ വഴി ബോർ ആറ്റം മോഡൽ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇസ് ദാറ്റ് ഓക്കെ? സോ വി വിൽ നൗ സ്റ്റോപ്പ് ഹിയർ. We will see you in the next class. ഇതിൽ ഫസ്റ്റ് ഇയേഴ്സിന് ഇവിടെ നിൽക്കാം. ഫസ്റ്റ് ഇയേഴ്സ് ഇവിടെ നിൽക്കാം, ബാക്കിയുള്ളവർക്ക് ലീവ് ചെയ്യാം. ഫസ്റ്റ് ഇയേഴ്സ് അവിടെ നിൽക്കാം. ഫസ്റ്റ് ഇയേഴ്സിനോട് കുറച്ച് കാര്യങ്ങൾ പറയാം. Okay, thank you, sir. Okay, right.
ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഇയേഴ്സ് മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് വിചാരിക്കും. യെസ്, 27, 2, 21. നിങ്ങളിപ്പോൾ 27 പേരല്ലേ ഉള്ളൂ. ലെറ്റ് മീ സീ ഹൗ മെനി ഓഫ് യു ആർ ഹിയർ. 28. ഒരാൾ ഇന്ന് ആബ്സെന്റ് ആണ്. അതാരാണ്? നോക്കട്ടെ. ഞാനിപ്പോ ഒരു ലിസ്റ്റ് ഇതിലിടുന്നുണ്ട്. അതിൽ നിങ്ങളുടെ പേര് അതിലുണ്ടോ നോക്കിയേ. ഞാൻ ചാറ്റ് റൂമിൽ ഒരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അല്ലേ? കാണുന്നില്ലേ? യെസ് ഓർ നോ? യെസ് സർ. അതിൽ നിങ്ങളുടെ പേര് ഇല്ലെങ്കിൽ എന്നോട് പറയാം കേട്ടോ. എല്ലാവരുടെ പേരുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്ത് കാണും. ഇനി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ക്ലാസ് ഇപ്പൊ എന്റെ ക്ലാസ് കഴിഞ്ഞല്ലോ. ഇതുപോലെ ഓരോ ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ അറ്റൻഡൻസ് ഓൺലൈനായിട്ട് മാർക്ക് ചെയ്യണം. അതെങ്ങനെ മാർക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഉണ്ട്. ലാപ്ടോപ്പ് ഉള്ളവരും മൊബൈൽ ഉള്ളവർക്കും ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉപയോഗിച്ച് അറ്റൻഡൻസ് ഓൺലൈനായിട്ട് മാർക്ക് ചെയ്യും. ഓക്കെ, അതെങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോഴെന്താ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത്? ഇത് ഗൂഗിൾ ക്രോം ആണ്. നിങ്ങളുടെ മൊബൈലിലും ഉണ്ടാവും ഗൂഗിൾ ക്രോം അല്ലെ? ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരുടെയും കയ്യിലും ഗൂഗിൾ ക്രോം ഉണ്ടാവും. അല്ലാത്തവരും ഇപ്പോൾ ഐഫോൺ ആണെങ്കിൽ ഐഫോണിന്റെ ആൾക്കാർക്കും ഗൂഗിൾ ക്രോം ഡൗൺലോഡ് ചെയ്യാം. മനസ്സിലായോ? ആപ്പിൾ സ്റ്റോറിൽ നിന്ന് ഗൂഗിൾ ക്രോം ഡൗൺലോഡ് ചെയ്യും. ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഞാനൊരു ലിങ്ക്, ഇതിന്റെ ആവശ്യമില്ല, ഞാനൊരു ലിങ്ക് നിങ്ങളുടെ വാട്സാപ്പിൽ ഇട്ട് തരും. ലിങ്ക് ഷെയർ ചെയ്ത് തരും. ആ ലിങ്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക: bit.ly/kmm-att. കാണുന്നുണ്ടോ? bit.ly/kmm. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ വാട്സപ്പിൽ ഞാൻ അയച്ച ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ക്ലിക്ക് ചെയ്ത ഉടനെ ഇങ്ങനെ ഒരു സ്ക്രീനാണ്, ഇങ്ങനെ ഒരു ഫോമാണ് വരിക. ഇവിടെ ഒരു ഫോം കാണുന്നുണ്ടോ? ക്യാൻ യു സീ എ ഫോം? അറ്റൻഡൻസ് ഷീറ്റ് എന്ന് പറഞ്ഞൊരു ഫോം കാണുന്നുണ്ടോ? അതിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കെമിസ്ട്രി എന്ന് കാണാം. അതിന് താഴെ എന്റർ ദ പാസ്വേഡ് എന്ന് കാണാം. പാസ്വേഡ് അല്ലെ? ആ പാസ്വേഡിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് 2020 ആണ്. മനസ്സിലായോ? 2020 ഈ വർഷം. ആ പാസ്വേഡ് കൊടുത്തിട്ട് അതിന് താഴെ നെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത ഉടനെ വേറൊരു പേജാ വരിക. ആ പേജിൽ നിങ്ങളുടെ സെമസ്റ്റർ പിന്നെ സെലക്ട് ചെയ്യാൻ ചോദിക്കും. സെമസ്റ്റർ. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്റർ ആണ്. ഫസ്റ്റ് സെമസ്റ്റർ സെലക്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ കാര്യങ്ങളെല്ലാം തെറ്റും കേട്ടോ. കൃത്യമായിട്ട് ഫസ്റ്റ് സെമസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ചൂസ് ചെയ്യുക ഫസ്റ്റ് സെമസ്റ്റർ. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്താൽ അവിടെ ഒരു ചെറിയ പ്രശ്നം ഞാൻ പറഞ്ഞത്. യുവർ അഡ്മിഷൻ നമ്പർ എന്നാണുള്ളത്. അവിടെ യുവർ അഡ്മിഷൻ നമ്പർ മാറ്റി ഞാൻ നിങ്ങളുടെ പേരിലേക്ക് മാറ്റി. യുവർ നെയിം, സെലക്ട് യുവർ നെയിം എന്നാണ് ഉണ്ടാവുക കേട്ടോ. ഇവിടെ യുവർ അഡ്മിഷൻ നമ്പർ എന്നാണ് ഞാൻ ഇപ്പൊ എഴുതിയിരിക്കുന്നത്. അത് ഞാൻ മാറ്റിയിട്ട് അവിടെ ഉണ്ടാവുക സെലക്ട് യുവർ നെയിം. നിങ്ങളുടെ പേര് സെലക്ട് ചെയ്യാൻ മാത്രമേ വേണ്ടൂ. ഇതിൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ നിങ്ങളുടെ പേര് ഇവിടെ ഉണ്ട് അല്ലേ? ഇപ്പോ ഒരാളുടെ പേര് ഇപ്പൊ സാന്ദ്ര പി ആണ്. സാന്ദ്ര പി സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴെ ഇന്നെടുത്ത ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്യേണ്ടത് കേട്ടോ. ഡേ ആൻഡ് മന്ത് ഓഫ് ദ ക്ലാസ്. ഇവിടെ DD എന്നുള്ളിടത്ത് താഴെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. DDMM താഴെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇന്നത്തെ ദിവസം, ഇന്നത്തെ 30 അല്ലേ? 30. എന്നിട്ട് അതിന്റെ ഇപ്പുറം തന്നെ ഇവിടെ എന്ത് ചെയ്യുക? മാസം കൊടുക്കുക. മാസം കൊടുത്തു കഴിയുന്നതിന് മുമ്പേ ഒരു പിന്നെ മെസ്സേജ് വരും, ഇൻവാലിഡ് ഡേറ്റ്. അത് നിങ്ങൾ കാര്യമാക്കണ്ട. അവിടെ മാസം കൂടി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഇൻവാലിഡ് ഡേറ്റ് എന്നുള്ളത് ഇവിടെ നോക്കാം. മാസം 11 അല്ലെ? 11 പോണം. ആ ഇൻവാലിഡ് ഡേറ്റ് എന്നുള്ള എറർ മെസ്സേജ് പോയി. സോ കൃത്യമായിട്ട് മാസം കൊടുക്കുക. മാസം കൊടുത്തതിന് ശേഷം അതിന് താഴേക്ക് വരും, അടുത്തതിലേക്ക് വരും. അടുത്തതിൽ ഇതുപോലെ ക്ലാസ് സ്റ്റാർട്ടിങ് ടൈം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സമയം എൻ്റർ ചെയ്യും. സ്റ്റാർട്ട് ചെയ്ത സമയം എങ്ങനെ എൻ്റർ ചെയ്യും? ഇപ്പൊ 9:30 ആണ്. 9:30. 30 എൻ്റർ ചെയ്യാൻ മുമ്പിലെ ഒരു എറർ മെസ്സേജ് കാണാം. അത് ഇഗ്നോർ ചെയ്യും കേട്ടോ. ഇനി ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ ഇപ്പൊ 2 മണിക്കാണെങ്കിൽ എങ്ങനെയാ എൻ്റർ ചെയ്യേണ്ടത്? 14 എന്നാണ് എൻ്റർ ചെയ്യുന്നത് കേട്ടോ. 24 hour പിന്നെ
ഫോർമാറ്റിലാണ് എൻ്റർ ചെയ്യുന്നത്. അത് ഞാൻ അവിടെ മേലെ എഴുതിയിട്ടുണ്ട്, ഇത് കാണാം, നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കിയാൽ കേട്ടോ. ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് വായിച്ചു നോക്കുക. എന്നിട്ട് പിന്നെ രാവിലെ ആണെങ്കിൽ കുഴപ്പമില്ല, 9:30 നമ്മൾ ഇന്നത്തെ ക്ലാസ് 8:30 തുടങ്ങി അല്ലേ? അപ്പൊ 8:30 എഴുതും. അതിന് താഴെ ഡ്യൂറേഷൻ ഓഫ് ദ ക്ലാസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എത്ര ടൈം ഉണ്ടായി? ഏകദേശം 60 മിനിറ്റ് ഉണ്ടായിരുന്നു അല്ലേ? സാധാരണ 60, 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ അങ്ങനെ ക്ലാസ്. 2 മണിക്കൂറൊന്നും ക്ലാസ് എടുക്കാനുള്ള സാധ്യതയില്ല. സോ 1 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂർ സെലക്ട്. ഇനി ഇത് 3ലും ഇല്ല, ചിലപ്പോൾ അരമണിക്കൂറൊക്കെ ക്ലാസ് എങ്കിലോ 1 മണിക്കൂറാണെങ്കിൽ 60 മിനിറ്റിൽ സെലക്ട് ചെയ്യാം, 1.5 ആണെങ്കിൽ 90 സെലക്ട് ചെയ്യാം, 2 ആണെങ്കിൽ 120 സെലക്ട് ചെയ്യാം. അതൊന്നുമല്ല, പിന്നെ അരമണിക്കൂറാണെങ്കിൽ അതറിൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ എന്ത് കൊടുക്കുക? 30 മിനിറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്യാം. 30 മിനിറ്റ്സ്. ഓക്കെ. അപ്പൊ നിങ്ങൾ, ഞാനിപ്പോ ഏതാണ്ട് 1 മണിക്കൂറാണ് ക്ലാസ് എടുത്തത്. അപ്പോ 60 സെലക്ട് ചെയ്യുക. 60 സെലക്ട് ചെയ്തിട്ട് താഴെ, അതിന് താഴേക്ക് മെത്തേഡ് ഓഫ് ക്ലാസ്, എങ്ങനെയാണ് ക്ലാസ് എടുത്തിരിക്കുന്നതെന്ന്. ഇപ്പൊ ഞാൻ PPT ബേസ്ഡ് ക്ലാസ് ആണ് എടുത്തത്, പവർ പോയിന്റ് പ്രസന്റേഷൻ ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ PPT ബേസ്ഡ് ക്ലാസ്. ചിലപ്പോൾ ചില ആൾക്കാർ ടച്ച് പാഡ് ബേസ്ഡ് ക്ലാസ്. ഞാൻ എടുക്കുന്ന വേറൊരു മെത്തേഡാണ് ടച്ച് പാഡ് ബേസ്ഡ് ക്ലാസ്. ചിലപ്പോഴും നിങ്ങളുടെ ഇംഗ്ലീഷ് ക്ലാസ് ഒക്കെ ആണെങ്കിൽ വോയിസ് ബേസ്ഡ് ക്ലാസ് ആയിരിക്കും, ലാംഗ്വേജ് ക്ലാസ്. പിന്നെ ചിലപ്പോഴും രണ്ടും കൂടി കമ്പൈൻ ചെയ്ത ക്ലാസ് ആയിരിക്കും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൈപ്പ് ക്ലാസ് ആണെങ്കിൽ അതറിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ഏത് ടൈപ്പ് ക്ലാസ് ആണെന്ന് അവിടെ ടൈപ്പ് ചെയ്യും. അപ്പൊ എന്റെ കേസിൽ ഇവിടെ PPT ബേസ്ഡ് ക്ലാസ് ആണ്, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം there is some problem. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ചോദിക്കുന്നത് ഏത് സബ്ജക്റ്റ് ആണ് ക്ലാസ് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ അതിൽ ഏതാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സബ്ജക്ട് ഏതാന്ന് വെച്ചാൽ ഇപ്പൊ ഇന്നത്തെ ക്ലാസ് കെമിസ്ട്രിയാണ്, സെലക്ട് ചെയ്യുക. പെട്ടെന്ന് കഴിയും, നിങ്ങൾക്ക് ആദ്യം ടൈപ്പ് ചെയ്യാനൊന്നുമില്ല. പിന്നെ ആരാണ് ക്ലാസ് എടുത്തതെന്ന് ചോദിക്കും. അപ്പൊ ഇവിടെ കുറെ ടീച്ചേഴ്സിന്റെ പേര് കാണും. ഇന്ന് ഞാനിപ്പോ ക്ലാസ് എടുത്ത് സഹീർ, ഡോക്ടർ BC സഹീർ. മറ്റുള്ള ടീച്ചേഴ്സിന്റെ പേരൊക്കെ അറിഞ്ഞു വെക്കണം കേട്ടോ. ഇപ്പൊ കെമിസ്ട്രിയിലാണെങ്കിൽ ലേഖ ടീച്ചർ, സഹീർ, ജെയ്സൺ, അവർ 3 പേരാണ്. ഫിസിക്സിൽ 4 പേരുണ്ട്. പിന്നെ ലാംഗ്വേജസിലും പിന്നെ മാത്സിലും പിന്നെ ഒക്കെ മറ്റുള്ള ടീച്ചേഴ്സും ഉണ്ട്. അപ്പൊ അവരുടെ പേര് അറിഞ്ഞു നോക്കാം. പേര് ഓർമ്മയിൽ എന്ത് ചെയ്താൽ മതി? നമ്മുടെ വെബ്സൈറ്റ് നോക്കിയാൽ കേട്ടോ. കൃഷ്ണമേനോൻ വെബ്സൈറ്റ് നോക്കിയാൽ അവിടെ ഓരോ ടീച്ചേഴ്സിന്റെയും പേര് കാണും. ഡിപ്പാർട്ട്മെന്റിൽ പോയി നോക്കി കഴിഞ്ഞു. സോ അത് സെലക്ട് ചെയ്യുക. സെലക്ഷൻ മാറിപ്പോകാൻ പാടില്ല. ഇപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് ആരുടെ പേരിലാണ് പോവുക? ലേഖ ടീച്ചറുടെ പേരാ പോവുക. ലേഖ ടീച്ചർ അല്ല ക്ലാസ് എടുത്തത്, ഞാനാണ് ക്ലാസ് എടുത്തത്. അപ്പോൾ ഡോക്ടർ BC സഹീർ സെലക്ട് ചെയ്യുക. ടോപ്പിക് ഡെലിവേർഡ്. ഇന്നത്തെ ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്തതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആറ്റോമിക് സ്ട്രക്ചർ ആണ് എടുത്തത് അല്ലേ? അപ്പൊ എന്ത് ചെയ്തുക? ആറ്റോമിക് സ്ട്രക്ചർ. എന്നിട്ട് വേണമെങ്കിൽ അതിന്റെ സബ് ടോപ്പിക്കും നിങ്ങൾക്ക് എഴുതാം. സബ് ടോപ്പിക് എന്ന് എടുത്തത് പിന്നെ എന്താണ്? ആറ്റോമിക് മോഡൽസ് ആണ് അല്ലെ? ആറ്റോമിക് മോഡൽ, ഇൻട്രൊഡക്ഷൻ ടു ആറ്റോമിക് മോഡൽസ്. അത് ടൈപ്പ് ചെയ്യുക. അത് മാത്രമേ ടൈപ്പ് ചെയ്യാനുള്ളൂ ഈ ഭാഗത്ത്. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്താൽ നിങ്ങൾക്ക് അവസാനം കാണാം അതിലൊന്നുമില്ല, ആകെ സബ്മിറ്റ് ചെയ്യാൻ മാത്രമേ പറയുന്നു. ഇവിടെ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. മനസ്സിലായോ? സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്യപ്പെടുന്നുള്ളൂ. പ്രസ് ചെയ്താൽ മാത്രം പോരാ, പ്രസ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു മെസ്സേജ് വരും, നിങ്ങളുടെ അറ്റൻഡൻസ് സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും. മെസ്സേജ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിന് മുമ്പേ ക്ലോസ് ചെയ്യാൻ പാടില്ല. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സബ്മിഷൻ ആകുന്നതിന് മുമ്പേ എക്സിറ്റ് ആവും. സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രം എക്സിറ്റ് ആവും. അപ്പൊ അത്രയാണ് നിങ്ങളുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. നിങ്ങൾ എല്ലാവരും ഇപ്പോഴും എന്ത് ചെയ്യാം? അറ്റൻഡൻസ് ഇത് എക്സിറ്റ് ആയതിനു ശേഷം അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇപ്പൊ ചോദിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടോ? സാർ ഇന്ന് വേറെ ഏതെങ്കിലും ക്ലാസ് ഉണ്ടെങ്കിലും അറ്റൻഡൻസ് ചെയ്യണോ? എല്ലാ ക്ലാസ്സിലും ചെയ്യണം. ഇപ്പൊ എന്റെ ക്ലാസ് മാത്രമല്ല, എല്ലാ ടീച്ചേഴ്സും അവിടെ ഉണ്ട്. എല്ലാ ടീച്ചേഴ്സും എടുക്കുന്ന ക്ലാസ്സുകൾ അവിടെ അറ്റൻഡൻസിൽ മാർക്ക് ചെയ്യണം. ഓക്കെ. കെമിസ്ട്രിയിലെ ഫിസിക്സിന്റെ ക്ലാസ്, മാത്സിന്റെ ക്ലാസ്, ലാംഗ്വേജസിന്റെ ക്ലാസ്, അതുപോലെ ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ്, എല്ലാ ക്ലാസ്സും പിന്നെ മാർക്ക്. അതിൽ ചിലപ്പോൾ പുതിയ ടീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ഈ വർഷം പുതിയ ടീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ആ ടീച്ചേഴ്സിന്റെ പേരില്ലെങ്കിൽ, ഞാനിപ്പോ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്ന സമയത്ത് കുറെ ടീച്ചേഴ്സ് ലിസ്റ്റ് ചെയ്തിട്ടില്ല, അതിൽ പുതിയ ടീച്ചേഴ്സിന്റെ പേരില്ലെങ്കിൽ എന്നോട് പറയാം. ഗ്രൂപ്പിൽ
പറഞ്ഞാൽ മതി കേട്ടോ. ഒരു കാരണവശാലും പേഴ്സണൽ ചാറ്റിൽ വരരുത്. കാരണം അപ്പോൾ അതെനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം ഒരു 10 പേര് ഒരുമിച്ച് പേഴ്സണൽ ചാറ്റ് വന്ന് ഞാൻ 10 പേർക്ക് ആൻസർ ചെയ്യണം. അതേസമയം 10 പേരും ഗ്രൂപ്പിലാണ് വന്നതെങ്കിൽ ചിലപ്പോൾ 10 പേരും ചോദിക്കുന്ന ഒരേ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ എനിക്ക് ഒറ്റ ആൻസർ ചെയ്താൽ മതി. ഒരു കാരണവശാലും പേഴ്സണൽ ചാറ്റിൽ വരരുത്. ചാറ്റ് എന്ത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും സംശയം ഉണ്ടെങ്കിലും ഗ്രൂപ്പിൽ നിങ്ങളെ ആ ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. പേഴ്സണൽ ചാറ്റിൽ വരരുത്. ഇസ് ദാറ്റ് ഓക്കെ? മനസ്സിലായില്ലേ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാനിപ്പോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇത്. ആ റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ പിന്നെ